സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും DJ പാർട്ടിക്കിടെ വൻ ലഹരി ഉപയോഗമെന്ന വാർത്തയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. കൊച്ചിയിൽ അലൻ വോക്കറുടെ ഷോയിലാണ് വ്യാപക ലഹരി ഉപയോഗം നടന്നത്. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് 4 യുവാക്കൾ അറസ്റ്റിലായി. ആലപ്പുഴ സ്വദേശി അഗസ്റ്റിൻ ജോസഫ്, ഷാരോൺ മൈക്കിൾ, അഗസ്റ്റിൻ റിജോ, ആന്റണി പോൾ എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ അലൻ വോക്കറുടെ ഒരു ഷോ കൊച്ചിയിൽ നടന്നത്. കൊച്ചിയിലെ ഒരു പ്രധാന ഒരു ഹോട്ടലിൽ നടന്നത്. സാധാരണ നമുക്കറിയാം ഇത്തരം DJ പാർട്ടികളിലൊക്കെ ലഹരി ഉപയോഗം ഉണ്ട് എന്ന പല ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. പോലീസ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ പരിശോധന നടത്തിയത്? ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് ലോക പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനും യുവാക്കളുടെ ഹരവുമായ അലൻ വാക്കറിന്റെ ഒരു ഷോ DJ പാർട്ടി ഇന്നലെ ബോൾഗാട്ടി പാലസിൽ വെച്ച് വൈകുന്നേരം നടന്നത്. ഇതിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വലിയ തുകയ്ക്ക് പാസുകൾ വിറ്റായിരുന്നു കാണികൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. ഇന്നലെ നടന്ന DJ പാർട്ടിയിൽ വ്യാപകമായിട്ടുള്ള ലഹരി ഇടപാടുകൾ നടന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുളവുകാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇന്നലെ VIP പാസിന്റെ ഭാഗത്തുണ്ടായിരുന്ന 4 യുവാക്കൾ, ഈ 4 യുവാക്കൾ പോലീസിനെ കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ കയ്യിലിരുന്ന പൊതി വലിച്ചെറിയുകയായിരുന്നു. പിന്നീട് പോലീസ് ആ പൊതി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കഞ്ചാവ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ ചന്ദനൂർ സ്വദേശികളായ 4 യുവാക്കളാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിപ്പോൾ മുളവുകാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുളവുകാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ DJ പാർട്ടികളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ ആഡംബര ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള ഓരോ DJ പാർട്ടികൾ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലഹരി ഉപയോഗമുള്ളതായിട്ടുള്ള ഒരു പോലീസിന്റെ കണ്ടെത്തൽ, അതല്ലെങ്കിൽ പോലീസിന്റെ പരിശോധന ഇതിനു മുൻപും പലയിടങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായ രീതിയിലാണ് കൊച്ചിയിൽ ഇന്നലെ നടന്ന DJ പാർട്ടിയിലും ലഹരി ഉപയോഗമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴ ചന്ദനൂർ സ്വദേശികളായ അഗസ്റ്റിൻ ജോസഫ്, ഷാരോൺ മൈക്കിൾ, അഗസ്റ്റിൻ റിജോ, ആന്റണി പോൾ എന്നിവരാണ് ഇന്നലെ കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം ചിലരെ ഇതിൽ കൊക്കൈൻ അടക്കമുള്ള ലഹരി പാർട്ടിയായിരുന്നു നടന്നത്. ഇതിന്റെ മറവിൽ വ്യാപകമായ രീതിയിൽ അവിടെ ലഹരി ഒഴുകിയെന്ന് സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെ സംശയിക്കാം. കാരണം ഈ ഇത്തരത്തിലുള്ള DJയുടെ മറവിൽ വൈകുന്നേരങ്ങളിലാണ്, ഇരുട്ടി സമയങ്ങളിലാണ് ഈ DJ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കാനായി എത്തുന്നത്. പ്രത്യേകിച്ചും യുവാക്കളാണ്. ആ യുവാക്കൾക്ക് ഇതൊരു കഞ്ചാവ് വിൽക്കുന്ന ഇടമായി, അല്ലെങ്കിൽ കഞ്ചാവുകൾ യഥേഷ്ടം വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ഇടമായി ഈ DJ പാർട്ടികൾ മാറിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്ന ഷോയും 1000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഒരു പരിശോധന വേണ്ട രീതിയിൽ അവിടെ എത്തിയതുമില്ല. പാസ് നൽകിക്കൊണ്ടാണ് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നതും. അപ്പോഴും പോലീസിന് വേണ്ട രീതിയിൽ, പോലീസ് സേനയുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ ഒരു കുറവൊക്കെ വേണ്ട രീതിയിൽ ഒരു പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും പോലീസ് ഈ 4 യുവാക്കളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പോലീസ് അതിന്റെ അന്വേഷണത്തിൽ കൂടിയാണ്. മറ്റൊന്ന്, മൊബൈൽ ഫോണുകൾ മോഷണം പോയെന്നുള്ളൊരു പരാതിയും കൊച്ചി സിറ്റി പോലീസിന്റെ കീഴിൽ എത്തിയിട്ടുണ്ട്. 30-ലധികം പരാതികൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. 150-ലേറെ മൊബൈൽ ഫോണുകൾ നഷ്ടമായെന്നും ഉള്ള ഒരു വിവരം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിൽ വ്യാപകമായിട്ടുള്ള ഒരു മോഷണം നടന്നിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ നടന്ന DJ പാർട്ടി അത് വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് കൊച്ചി പോലൊരു നഗരത്തിൽ ഇങ്ങനെ ലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ ലഹരി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. തലവൻ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഓം പ്രകാശിനെ മരട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തതാണ് മനസ്സിലാക്കുന്നത്. ഓം പ്രകാശിനൊപ്പം പിടിയിലായ ഷിഹാസിൽ നിന്ന് പോലീസ് കൊക്കൈനും പിടികൂടിയിരുന്നു. ഈ കേസിൽ 2ാം പ്രതിയാണ് ഓം പ്രകാശ്. അതേസമയം ഈ ഓം പ്രകാശിനെ പിടികൂടിയ ആഡംബര ഹോട്ടലിൽ യുവ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഈ കൊച്ചിയിലെ ഈ അലൻ വോക്കറുടെ DJ പാർട്ടി ആ ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയതായിരുന്നോ ഈ ഓം പ്രകാശും സുഹൃത്തും? അത്തരമൊരു ചില സൂചനകൾ, ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ.
അലൻ പ്രകാശ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് താനും തന്റെ സുഹൃത്തും ഈ ബോൾഗാട്ടിയിൽ നടന്ന ഇന്നലത്തെ ഷോ DJ പാർട്ടി ഷോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയതെന്നാണ് ഓം പ്രകാശ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ആഡംബര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഓം പ്രകാശിനെയും സുഹൃത്തിനെയും മരട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഓം പ്രകാശിന്റെ മുറിയിൽ അമിതമായിട്ടുള്ള അളവിൽ മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ സുഹൃത്ത് ഷിഹാസിന്റെ പക്കൽ നിന്നും കൊക്കൈനും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷിഹാസ് ആണ് ഈ കേസിലെ 1-ാം പ്രതി. ഓം പ്രകാശ് 2-ാം പ്രതിയാക്കിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓം പ്രകാശിനെയും സുഹൃത്തിനെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം, ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആഡംബര ഹോട്ടലിൽ ചില സിനിമാ താരങ്ങൾ, യുവതാരങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആ ഹോട്ടലിൽ താമസിക്കാൻ വന്നതാണോ അതോ മറ്റ് പരിപാടികൾ, ഈ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി താമസിച്ചതാണോ അതോ ഓം പ്രകാശിനെ കാണാൻ വേണ്ടി വന്നതാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരും ഈ കൊക്കൈൻ അല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ ഈ സിനിമാ താരങ്ങളും ഓം പ്രകാശും സുഹൃത്തും തമ്മിൽ നടത്തിയിട്ടുണ്ടോ? അവരെ കേന്ദ്രീകരിച്ച് പോലീസ് എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അവരുടെ ഈ ഓം പ്രകാശിൽ നിന്നും സുഹൃത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഈ സിനിമാ താരങ്ങളും അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി എത്തിയതാണോ അതോ ഓം പ്രകാശുമായി അവർക്ക് ബന്ധമുണ്ടോ? അങ്ങനെ പോലീസ് ഇത് ആരൊക്കെയാണ് അവിടെ എത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? ടോം, പോലീസ് ഇതുവരേക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷണത്തിന്റെ പരിധിയിലാണുള്ളത്. പോലീസ് പറയുന്നത് ചില യുവതാരങ്ങളടക്കമുള്ള സിനിമാ മേഖലയിലെ യുവതാരങ്ങളടക്കമുള്ളവർ ഇന്നലെ ഓം പ്രകാശ് താമസിച്ചിരുന്ന ആഡംബര ഹോട്ടലിൽ എത്തിയിരുന്നു എന്നാണ്. പക്ഷെ ഈ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആ യുവതാരങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയതാകാം. അല്ല എന്നുണ്ടെങ്കിൽ ഓം പ്രകാശിനെ കാണുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഹോട്ടലിൽ എത്തിയിരിക്കുന്നതാകാം എന്നുള്ളൊരു സംശയത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. പക്ഷെ അത് ഓം പ്രകാശിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിൽ വന്ന യുവതാരങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കും. പക്ഷെ അത് ആരാണ് ആ ഹോട്ടലിൽ എത്തിയതെന്ന് ഇപ്പോഴും പോലീസ് വിവരം പുറത്തുവിട്ടിട്ടില്ല. ചില സിനിമയിലെ പ്രമുഖരായിട്ടുള്ള യുവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഓം പ്രകാശിൽ നിന്നും വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരിൽ നിന്നും ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ അവിടെ ഇന്നലെ ഹോട്ടലിൽ എത്തിയത്? ഓം പ്രകാശുമായി ഇവർ ബന്ധമുണ്ടോ, ഇവർ സംസാരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് അന്വേഷണം എന്തായാലും സിനിമാ മേഖലയിലേക്കും പോലീസ് തുടർന്നിട്ടുണ്ട്. ഈ ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇന്നലെ ഹോട്ടലിലെത്തിയ മറ്റ് താരങ്ങളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. നവമി, ഈ ഓം പ്രകാശിനെ സംബന്ധിച്ച് നമുക്കറിയാം, കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ്, കൊലപാതകമടക്കം നിരവധി കേസിലെ പ്രതിയാണ്. പോലീസ് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കോടതിയിൽ അല്പസമയത്തിനകം തന്നെ ഹാജരാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ടോം, ലഹരി ഉപയോഗിക്കുക, ലഹരി കൈവശം വയ്ക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഓം പ്രകാശിനെതിരെയും സുഹൃത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് കോടതിയിൽ അടുത്തതായി നീക്കം നടത്തുന്നത്. ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അവിടെ വന്ന സാഹചര്യത്തിലാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ആ ഒരു നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആഡംബര ഹോട്ടലിൽ നിന്നും ഈ ഓം പ്രകാശിനെയും സുഹൃത്ത് ഷിഹാസിനെയും കൊക്കൈനും ഒപ്പം അമിതമായിട്ടുള്ള അളവിൽ മദ്യക്കുപ്പികൾ കൈവശം വെച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് എന്നിവ കണ്ടെത്തിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നെ
വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം ആണ് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ചോദ്യം ചെയ്യലിൽ ഇന്നലെ നടന്ന ബോൾഗാട്ടിയിൽ നടന്ന DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ എത്തിയതെന്നൊരു മൊഴി ഓംപ്രകാശ് പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൂടുതൽ ലഹരി ഉപയോഗങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത്. മറ്റൊന്ന്, ഇതിൽ സിനിമാ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടും ഓംപ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരിക്കും അന്വേഷണ സംഘം നീളുക. എന്തായാലും ഉടനെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് DJ പാർട്ടിക്കിടെ 4 യുവാക്കൾ ലഹരിയുമായി പിടിയിലായത്. ഇവിടെ ഈ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഓംപ്രകാശും, കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശും സുഹൃത്തും പിടിയിലായിരുന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.